വാര്യർ, ഇവിടെ നിങ്ങളൊരു എൻ രാധാകൃഷ്ണൻ, ഇപ്പൊ താങ്കൾ ഇന്ന് എൻ രാധാകൃഷ്ണന്റെ പങ്കിനെ പറ്റിയോ എന്താണ് ഈ സൈനേഴ്സ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരു എൻ രാധാകൃഷ്ണനെ മാത്രം പറയുന്നുണ്ട് കാര്യമില്ല ഇവിടെ, അല്ലെങ്കിൽ ശ്രീ പി സൻ ഒരു നജീബ് കാന്തപുരത്തെ മാത്രം പറയുന്നുണ്ട് കാര്യമില്ല. ഈ പറഞ്ഞ 26-കാരൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ സ്ഥലങ്ങളിൽ പോയി വിവിധ പഞ്ചായത്തുകളിൽ പാവപ്പെട്ട സ്ത്രീകളെ പറ്റിച്ച്, അല്ലെങ്കിൽ ഈ പറയുന്ന തട്ടിപ്പിന്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ വിശ്വാസം അതത് മേഖലകളിൽ വിശ്വാസമുള്ള മുഖം ആരാണോ അവരെ വേദിയിലേക്ക് കൊണ്ടുവരിക, അതത് മേഖലകളിലെ പോലീസ് ഉദ്യോഗസ്ഥർ ആരാണോ അവരെ വേദിയിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ വിശ്വാസം ആർജിച്ചെടുത്ത് നടത്തിയ ഒരു മാരകമായ തട്ടിപ്പാണ്. സന്ദീപ് വാര്യർ, ഓരോരോ രാഷ്ട്രീയം നോക്കി ഓരോരുത്തർക്ക് നേരെ ഈ പറഞ്ഞ നമ്പും വില്ലും കുറയ്ക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഹഷ്മി, അങ്ങ് പറഞ്ഞ ശരിയാണ്. കേരളം കണ്ട, അല്ലെങ്കിൽ ഒരുപക്ഷെ രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നാണ് കേരളത്തിൽ നടന്നിട്ടുള്ള ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടർ, പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് തുടങ്ങിയിട്ടുള്ള ഈ വലിയ സ്കാം എന്ന് പറയുന്നത്. ഈ സ്കാം എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇതിൻ്റെ ഇരകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ആ ഇരകളൊക്കെ സമൂഹത്തിലെ വളരെ സാധാരണ നിലയിലുള്ള സ്ത്രീകളാണ് ഇതിൽ കൂടുതൽ ഇരകളാകപ്പെട്ടിട്ടുള്ളത്. അവരുടെ കെട്ടുതാലി വരെ പണയം വെച്ചിട്ടാണ് പലരും ഇതിൽ പൈസ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തുടനീളം നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പാണ്. സ്വാഭാവികമായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടതാണ്. ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് ഈ എൻ രാധാകൃഷ്ണൻ്റെ കാര്യവും എൻ രാധാകൃഷ്ണൻ്റെ സൈൻ എന്ന സംഘടനയുടെ കാര്യവും എടുത്തു പറഞ്ഞത്, എന്തുകൊണ്ട് ആ കാര്യം എടുത്തു പറയേണ്ടി വന്നു എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. ഈ വിഷയത്തിൽ ആരോപണ വിധേയനായിട്ടുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ള അനന്തു കൃഷ്ണനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് എൻ രാധാകൃഷ്ണനാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. കഴിഞ്ഞ എത്രയോ മാസക്കാലങ്ങളായി അനന്തു കൃഷ്ണനുമായി ചേർന്ന് ഒരേപോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് എൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. അത് അദ്ദേഹവും നിരസിച്ചിട്ടില്ല, നിഷേധിച്ചിട്ടില്ല. മാത്രമല്ല, ഈ പറയുന്ന അനന്തു കൃഷ്ണന് എൻ രാധാകൃഷ്ണൻ്റെ സംഘടന മികച്ച ഒരു സാമൂഹിക സേവകനുള്ള അവാർഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ ആത്മബന്ധമുള്ള രണ്ടുപേരാണ് എൻ രാധാകൃഷ്ണനും അനന്തു കൃഷ്ണനും എന്ന് പറയുന്നത്. സംസ്ഥാനത്തുടനീളം, ഏതെങ്കിലും ചെറിയ ഒരു പ്രദേശത്തല്ല, സംസ്ഥാനത്തുടനീളം ഇവർ പരസ്പരം സഹകരിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തിയിട്ടുണ്ട്. ഇവിടെ എൻ രാധാകൃഷ്ണൻ തന്നെ പറഞ്ഞ ചില കാര്യങ്ങൾ. എൻ രാധാകൃഷ്ണൻ്റെ പത്രസമ്മേളനം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. എൻ രാധാകൃഷ്ണൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞെന്താ, 5000-ലധികം ബൈക്കുകൾ, സ്കൂട്ടറുകൾ അദ്ദേഹത്തിൻ്റെ സൈൻ സംഘടന മുഖാന്തരം വിതരണം ചെയ്തു കഴിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടത്. നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താ, ഒരു നയാ പൈസ പോലും സൈൻ എന്ന് പറയുന്ന രാധാകൃഷ്ണൻ്റെ സംഘടനയ്ക്കോ ഈ പറയുന്ന അനന്തുവിൻ്റെ സംഘടനയ്ക്കോ ഒരു നയാ പൈസയുടെ CSR ഫണ്ട് പോലും വന്നിട്ടില്ല. അപ്പോൾ ഏകദേശം 5000-ഓളം സ്കൂട്ടറുകൾ വിതരണം ചെയ്യണമെങ്കിൽ ഏകദേശം 30 കോടി രൂപയോളം അഡീഷണൽ ആയിട്ട് കണ്ടെത്തണം. കാരണം 1,20,000 രൂപയുടെ സ്കൂട്ടറുകൾ പകുതി വിലയ്ക്ക് കൊടുക്കുമ്പോൾ ബാക്കി പകുതി സംഖ്യ കണ്ടെത്തണമല്ലോ. ഒരു നയാ പൈസ പോലും എൻ രാധാകൃഷ്ണൻ്റെ സംഘടനയ്ക്കോ സൈനിനോ വരാത്ത സാഹചര്യത്തിൽ എവിടെ നിന്നാണ് 30 കോടിയോളം രൂപ എൻ രാധാകൃഷ്ണനും, അല്ലെങ്കിൽ അദ്ദേഹം ക്ലെയിം ചെയ്യുന്ന പോലെ 5000 സ്കൂട്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് അതിന് വേണ്ട ഏകദേശം 30 കോടിയോളം രൂപ സമാഹരിച്ചു എന്നുള്ളതിന് ഒന്നാമതായി എൻ രാധാകൃഷ്ണൻ മറുപടി പറയണം. രണ്ടാമത്തെ എൻ രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യം എന്താ, ഇനി സന്ദീപ് അനന്ത് കൊടുത്തു, ഞാൻ പറയട്ടെ, ഞാനത് എനിക്കറിയാം. അനന്ത് കൊടുത്തു എന്ന് പറയുമ്പോൾ പ്രശ്നമുണ്ട്. അനന്ത് കൊടുത്തു എന്ന് പറയുമ്പോൾ അനന്തുവിന് 1 രൂപയുടെ CSR ഫണ്ട് വന്നിട്ടില്ല. ഒന്നാമതായി സ്കൂട്ടർ കൊടുക്കാനും മൊബൈൽ ഫോൺ കൊടുക്കാനും ലാപ്ടോപ്പ് കൊടുക്കാനും CSR ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് വസ്തുത. വളരെ അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള ആളുകൾക്ക് ഡിജിറ്റൽ ഡിവൈഡ് ഒഴിവാക്കാൻ വേണ്ടി വളരെ പാവപ്പെട്ട ആളുകൾക്ക് വളരെ കുറച്ച് സംഖ്യയ്ക്കൊക്കെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ കൊടുക്കുന്നതിനോ മറ്റോ ചില കമ്പനികൾ പണം കൊടുത്താൽ കൊടുത്തു. അതിലപ്പുറം ഇത്ര തോതിൽ 1000-കണക്കിന് 10,000-കണക്കിന് പേർക്ക് ലാപ്ടോപ്പോ മൊബൈൽ ഫോണോ ഒന്നും വിതരണം ചെയ്യാൻ തക്കവണ്ണം കോടിക്കണക്കിന് രൂപ ഒരു CSR ഫണ്ടും എവിടെയും വന്നില്ല. എൻ രാധാകൃഷ്ണൻ കേരളത്തിലെ BJPയുടെ കോർ കമ്മിറ്റി അംഗവും സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ്. ഇദ്ദേഹത്തിന് ഇത് അറിയാത്ത വിഷയമൊന്നുമല്ല. ഈ അനന്തു എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ പണം 1 രൂപ CSR ഫണ്ട് വന്നിട്ടില്ലെന്ന് കൃത്യമായി അറിയുന്നയാളാണ് എൻ രാധാകൃഷ്ണൻ. അപ്പോൾ ഈ പണം എങ്ങനെ, അപ്പോൾ ആരുടെ പണം ഉപയോഗിച്ചു? സാധാരണക്കാരായ, സമൂഹത്തിലെ സാധാരണക്കാരായ നിരവധി പേരിൽ നിന്ന് പിരിച്ചെടുത്ത പണം, ആ പണത്തിലെ ഒരു ഭാഗം ഉപയോഗിച്ചുകൊണ്ട് കൊടുത്തു എന്ന് നമ്മൾ കരുതണം. ഒന്നാമത്തെ കാര്യം. 2, ഞാൻ പൂർത്തിയാക്കട്ടെ. അപ്പോൾ ഇതെന്താണ്, ഇതൊരു മണി ചെയിനാണ്, മണി ചെയിൻ സ്കീം പോലെയാണ്, ഒരു പോൺസി സ്കാം ആണ് ഇത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇത് എൻ രാധാകൃഷ്ണൻ അറിയാം, ഇതൊരു മണി ചെയിൻ സ്കാം ആണെന്നറിയാം, പോൺസി സ്കാം ആണെന്നറിയാം. ഈ സ്കാം ആണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇതിൽ പങ്കാളിത്തമുള്ള എൻ രാധാകൃഷ്ണൻ്റെ സംഘടനയ്ക്കെതിരെയും എൻ രാധാകൃഷ്ണനെതിരെയും കേസെടുക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ കേസെടുക്കുന്നില്ല. എൻ രാധാകൃഷ്ണനെയും അദ്ദേഹത്തിൻ്റെ സംഘടനയും ഇവിടെ സംരക്ഷിക്കുന്ന നിലപാട്. നിരവധി ആളുകൾ ഈ സംഘടനയ്ക്കെതിരായി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടും ഈ നിമിഷം വരെ രാധാകൃഷ്ണനെതിരെ കേസെടുക്കുന്നില്ല, അറസ്റ്റ് ഉണ്ടാകുന്നില്ല. 1. 2, അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ, ബാക്കിയുള്ള എല്ലാവർക്കും ഞാൻ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. ഈ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് കൊടുത്തു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിലവിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ക്യാഷായിട്ടും പൈസയില്ല, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലും പൈസയില്ല.
ആണല്ലോ. അദ്ദേഹത്തിന്റെ ക്യാഷ് ആയിട്ടും അദ്ദേഹത്തിന്റെ കമ്പനിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഘടനയിൽ പൈസ ഇല്ല, അക്കൗണ്ടിലും പൈസ ഇല്ല. അപ്പൊ ഇനി 15-ാം തീയതി അദ്ദേഹം കൊടുക്കാൻ പോകുന്ന പൈസ എവിടുന്ന? ഏത് അക്കൗണ്ടിൽ നിന്നാണ് ആ പൈസ കൊടുക്കാൻ പോകുന്നത്? ആരാണ് ആ പൈസ കൊടുക്കാൻ പോകുന്നത്? ദുരൂഹമായിട്ടുള്ള കാര്യമല്ലേ? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പോവുകയാണോ? അപ്പൊ വലിയൊരു സ്കാം വീണ്ടും തുടങ്ങാൻ പോവുമല്ലേ? രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താ? സംസ്ഥാനത്തെ GST ഇന്റലിജൻസ് എവിടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇതുപോലെ വലിയൊരു സ്കാം നടക്കുന്ന സമയത്ത്, ഒരു വ്യാപാര തട്ടിപ്പ് നടക്കുന്ന സമയത്ത് സംസ്ഥാനത്തെ GST ഇന്റലിജൻസ് എവിടെ നോക്കി കൊടുക്കുന്നു? അവിടെ ബില്ല് ജനറേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ വരെ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഈ പണം കൊടുത്ത ആളുകൾക്ക് പകുതി സംഖ്യക്കുള്ള റെസിപ്റ്റേ കൊടുക്കുന്നുള്ളൂ, ബാക്കി പകുതി കൊടുക്കുന്നില്ല. അവിടെ വലിയൊരു GST തട്ടിപ്പിനുള്ള കളം കൂടി ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു ആരോപണം എന്ന് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു മണി ചെയിൻ ആണ്, പോൺസി സ്കാം ആണെന്ന് ഇത്ര ഉയർന്ന തലത്തിലുള്ള രാധാകൃഷ്ണൻ തിരിച്ചറിഞ്ഞില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കണ്ടപ്പോൾ തന്നെ ആ കാര്യങ്ങൾ ബോധ്യമാണ്. അദ്ദേഹത്തിന്റെ സംഘടന ഈ മണി ചെയിൻ സ്കാമിൽ ഉൾപ്പെട്ടു എന്നുള്ള വ്യക്തമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സ്കൂട്ടർ കിട്ടിയിട്ടില്ല എന്ന പരാതിയുടെ പുറത്തല്ല രാധാകൃഷ്ണനെതിരെ കേസെടുക്കേണ്ടത്, മറിച്ച് അദ്ദേഹത്തിന്റെ മോഡസ് ഓപ്പറാണ്ടി, അതായത് അദ്ദേഹത്തിന്റെ സംഘടന പൊതുജനങ്ങളോട് പറഞ്ഞത് CSR ഫണ്ട് കൊണ്ടുവന്ന് അതിന്റെ ആ പണം കൊണ്ട് കൊടുക്കുന്ന പറഞ്ഞത്. അങ്ങനെയല്ല എന്നുള്ള വ്യക്തമാണല്ലോ. ഇപ്പൊ അനന്തകൃഷ്ണൻ പണം കൊടുത്തു എന്നാണല്ലോ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ സംഘടനയ്ക്ക് ഇത്തരത്തിൽ CSR ഫണ്ട് കിട്ടാനും അർഹതയില്ല. 2, ഇത്തരത്തിൽ CSR ഫണ്ട് വാങ്ങി പണം ഈ ബൈക്ക് കൊടുക്കുക, ലാപ്ടോപ്പ് കൊടുക്കുക എന്നുള്ളത് പ്രായോഗികമല്ല, അത് നടക്കാത്ത കാര്യമാണെന്നും അദ്ദേഹത്തിന് അറിയാം. 3, ഈ സംസ്ഥാന വ്യാപകമായി വലിയ തോതിലുള്ള ഒരു തട്ടിപ്പിന് അദ്ദേഹം കൂട്ടുനിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് അന്വേഷിക്കുന്നുണ്ട്, അതൊക്കെ വഴി നടക്കുന്നില്ല, കേസെടുക്കുന്നില്ല.